പൊന്നാനി തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഒക്ടോബർ 13 വരെ വിവിധ പരിപാടികൾ നടക്കും. പൊന്നാനി താലൂക്കിലെ പ്രധാന ദുർഗാ ഭഗവതി ക്ഷേത്രമായ പൊന്നാനി തൃക്കാവ് ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിൽ ഈ വർഷവും വിപുലമായ രീതിയിലാണ് നവരാത്രി മഹോത്സവം നടക്കുക. തന്ത്രി ചേനാസ് നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗണപതി ഹോമത്തോടു കൂടിയിട്ടാണ് ഉത്സവം തുടങ്ങുന്നത്. ഉത്സവത്തിന് വാദ്യങ്ങളും ആഘോഷ പരിപാടികളും താന്ത്രിക ചടങ്ങുകളൊക്കെ ഉള്ളിൽ കൃത്യമായി നടക്കുന്നതോടൊപ്പം തന്നെ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാഴ്ചശീവേലി, അതുപോലെ തന്നെ പഞ്ചവാദ്യം, തായമ്പക, പ്രഗത്ഭ കലാകാരന്മാരെല്ലാം അണിനിരക്കുന്ന നിരവധി പ്രോഗ്രാം വാദ്യരംഗത്തായാലും കലാരംഗത്തായാലും എല്ലാം നിലനിൽക്കുന്നുണ്ട്. വ്യാഴാഴ്ച ക്ഷേത്രം തന്ത്രി ചേനാസ് ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടുകൂടി നവരാത്രി മഹോത്സവത്തിന് തുടക്കമാകും. ഒക്ടോബർ 13 വിജയദശമി ദിനത്തിൽ ലക്ഷദീപ സമർപ്പണവും എഴുത്തിനിരുത്തലും നടത്തും. വിശേഷാൽ പൂജകൾക്ക് പുറമെ ഉത്സവകാലത്ത് വൈകിട്ട് വിവിധ കലാപരിപാടികളും ഉണ്ടാകും. ഒക്ടോബർ 11 പൂജവെപ്പും നടക്കും. നവരാത്രി ആഘോഷത്തിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു പ്രസ് മീറ്റിംഗിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ടീവ് ഓഫീസർ പറഞ്ഞു. അപ്പോൾ 3-ാം തീയതി നമ്മൾ ഉത്സവത്തിൻ്റെ എല്ലാം കൊണ്ടും രാവിലെ പരിപാടികളുണ്ട്, വൈകുന്നേരം 6:45 പരിപാടികൾ തുടങ്ങുന്നുണ്ട്. നേരം സ്റ്റേജ് പരിപാടികളുള്ളതാണ്. അപ്പോൾ രാവിലത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ദേവി മഹാത്മ്യം, അതുപോലെ സംഗീതാർച്ചനകൾ, പിന്നെ ദേവിയുടെ വിശേഷ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു വേദിയായിട്ട് ഒരുക്കിയിരിക്കുകയാണത്. അത് 3-ാം തീയതി രാവിലെ അത് ദേവി മഹാത്മ്യ പാരായണം അത് തുടങ്ങി 10 മുതൽ 12 മണി വരെയാണ് രാവിലത്തെ പരിപാടികൾ വയ്ക്കുന്നത്. അതുപോലെ വൈകുന്നേരം 6:45 മുതൽ കലാപരിപാടികൾ തുടങ്ങുകയാണ്. അതായത് ഈ തട്ടകത്തിലും ഈ ദേശത്തിലും എല്ലാ എന്താ പറയുക നൃത്ത ടീച്ചർമാരുടെ ശിക്ഷാഗണങ്ങളുടെ കുട്ടികളുടെ ഡാൻസ് പരിപാടികളാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. വാർത്താ സമ്മേളനത്തിൽ ഉത്സവാഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ഹിരൺ എം ഷാ, എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ, ടി ചന്ദ്രശേഖരൻ, കെ മോഹൻദാസ് എന്നിവർ പങ്കെടുത്തു. NCV ന്യൂസ് പൊന്നാനി.